ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് സൺഡേയിലുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് റെസിപ്പീസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ചെയ്യാത്തത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊന്ന് പറയുന്ന പോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ വിനാഗിരിയും ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കാട്ടോ. കാരണം സ്ട്രോബെറിയിൽ എന്തായാലും ആ ഒരു എന്താ പറയുക, എന്തായാലും അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും മുകളിലൊക്കെ. അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിയുമ്പം അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഞാനൊരു പഴം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി ചിയ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴം ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രോബെറി ബനാന ചിയ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചിയ സീഡ്സിലെ അത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫാറ്റ് മിൽക്ക് ആയാൽ അത്രയും നല്ലത്. അപ്പോൾ പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അപ്പം തന്നെ മിക്സ് ചെയ്യണേ. അല്ലെങ്കിലില്ലേ ഈ കസ്കസ് പോലെയല്ല, ചിയ സീഡ് പെട്ടെന്നൊരു കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്കൊരു സ്മൂത്തി ബ്ലെൻഡർ എടുക്കാം. ഏത് മിക്സി എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ പഴം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ കഴിക്കാറ് അധികവും. അപ്പോൾ ഞാനിതിൽ പകുതി പഴം മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നല്ല വലിയ പഴമായതുകൊണ്ട് തന്നെ ഞാൻ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലോട്ട് ഒരു 4-5 സ്ട്രോബെറിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4-5 നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന് ബദാമും പിസ്തയൊക്കെ ഫ്രിഡ്ജിലാണ് കേട്ടോ ഞാൻ വെക്കൽ. നിങ്ങളെങ്ങനെയാണോ വെക്കൽ എന്ന് ചോദിച്ചിട്ട്. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും മോശമാവും ചെയ്യില്ല. അല്ലെങ്കിൽ ബദാം പിസ്തയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോകുന്ന പോലെയും അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഒരു മോശമാകുന്ന പോലെയൊക്കെ തോന്നില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം വരിക. ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് വേണ്ടുന്നത് മാത്രം പുറത്ത് വെക്കുക, ബാക്കി എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചോ, ഒരു കുഴപ്പം വരില്ല കേട്ടോ. പിന്നെന്താ, ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ 2 ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള പഴമായതുകൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുക, വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ പഴവും അതുപോലെ തന്നെ ഡേറ്റ്സും നല്ല സോഫ്റ്റ് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഹണിൻ്റെ ഒന്നും ആവശ്യം വരാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ കണ്ടില്ലേ, ചിയ സീഡ്സൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലാസ്സിലോട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് നോക്കിയിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച സ്ട്രോബെറിൻ്റെയും ബനാനൻ്റെയും ആ ഒരു മിക്സില്ലേ, അത് ഇതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം. ഏതായാലും വീഡിയോ എടുക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പില്ലേ നമുക്ക് എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കിട്ടും. അപ്പോൾ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ഡേറ്റ്സും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഡേറ്റ്സാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 2-3 ടേബിൾ സ്പൂണ് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ എല്ലാം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ലൈറ്റിൽ നമുക്ക് കുറച്ച് ബാക്കിയുള്ള ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല, കാരണം കുറച്ച് ബാക്കിയുണ്ട്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റൂല കേട്ടോ. കുറച്ച് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായേ. അപ്പം ഇതിൻ്റെ മുകളിൽ
ബാക്കിയുള്ള നട്ട്സും ഡേറ്റ്സും അതുപോലെ സ്ട്രോബെറീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ചിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും എന്താ പറയുക എന്താ കഴിക്കാമെന്നൊന്നും വിഷമിക്കേണ്ട, ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇനി ഞാൻ ബാക്കി സ്ട്രോബെറി വെച്ചിട്ട് കുട്ടികൾക്ക് ഷേക്ക് ആട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ബാക്കി ജ്യൂസ് കുറച്ച് അതിൽ ബാക്കി ഉണ്ടായിന്, അതിൽ തന്നെ ഞാൻ ഷേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ട്രോബെറീസും കൂടി ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രോബെറി ഇല്ല നല്ല പുളിയുണ്ട്. കാരണം എന്താണെന്നറിയില്ല, നമ്മൾ സ്ട്രോബെറി എപ്പോൾ വാങ്ങിയാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര നമുക്ക് ആ ഒരു കറക്റ്റ് പറിച്ചെടുക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ തോന്നൂ ആ ഒരു നല്ലൊരു മധുരത്തിലൊക്കെ കിട്ടുക. ഞാൻ എപ്പോൾ വാങ്ങിയാലും ഒരു പുളിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ കഴിക്കാൻ അത്ര ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ ഒരു സ്ട്രോബെറി വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സ്ട്രോബെറിൻ്റെ സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ആ ഒരു ഷേക്കിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം വെറും സ്ട്രോബെറി അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം സ്ട്രോബെറിൻ്റെ ആ ഒരു സിറപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 2 വലിയ ഗ്ലാസ് ഷേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 2 കപ്പിന് കണക്കാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ്സിന് കണക്കാക്കിയിട്ട് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഷേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ, ഞാൻ പിന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക സ്ട്രോബെറിൻ്റെ സിറപ്പും കൂടി ഒഴിച്ചതുകൊണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ നട്ട്സ് ബദാം പിസ്തയൊക്കെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്, അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഷേക്ക് റെഡിയായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ഇല്ലേ, നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ്, അതാണ് ബ്രെഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെയൊക്കെ അടിപൊളിയാക്കിയിട്ടൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ കഴിക്കാത്ത കുട്ടികളും കഴിക്കും കേട്ടോ നന്നായിട്ട് തന്നെ. അപ്പോൾ ഞാനിങ്ങനെയുള്ള പണികളൊക്കെ എടുക്കലുണ്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് സൺഡേ അല്ലേ, അപ്പോൾ എന്തായാലും അവർ എഴുന്നേൽക്കാനും ലേറ്റാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കില്ല. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സിമ്പിളാക്കി കഴിഞ്ഞാൽ ചോറ് കഴിച്ചോളും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച നേരത്തെ നട്ട്സും അതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയില്ലേ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഏത് കുട്ടികളും കഴിച്ചോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിനുക്കപ്പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഏത് ഫുഡായാലും നമ്മൾ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അതിനനുസരിച്ചിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഷേക്കും ഫ്രഞ്ച് ടോസ്റ്റിൽ റെഡിയാക്കുന്ന ടൈം കൊണ്ട് ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തണുത്ത് കഴിക്കുമ്പോൾ എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ ഇത് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 9-9:30 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ലഞ്ചിനുള്ള എല്ലാം ഒന്നും കാണിക്കുന്നില്ല, കാരണം സിമ്പിൾ ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഫ്രൈ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതൊരു വെണ്ടയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് പറയേ ചെയ്യില്ല. അത് ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ടോ. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ കടലപ്പൊടി, അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേ. അപ്പോഴേ മനസ്സിലായി എൻ്റെ അടുത്ത് മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു മിക്സിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു
വെണ്ടയ്ക്കയില്ലേ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെയായാലും ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. ചോറിനൊക്കെ ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചില്ലി ചിക്കൻ്റെയും ആ ഒരു ഡ്രാഗൺ ചിക്കൻ അതൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ചിക്കനല്ല എന്നല്ല ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലോ ഓയിലോ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട്, അത്രയും ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഈ ഒരു ഫ്രൈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയില്ലേ, ഇത് ഞാനൊരു 7-8 അല്ലി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തോ. കുറച്ച് വലിയ വെളുത്തുള്ളി തന്നെ ഞാനൊരു 7-8 അല്ലി എടുത്തിട്ടുണ്ടാവും. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള കംപ്ലീറ്റ് ആയിട്ട് തന്നെ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം നമ്മൾ വെണ്ടയ്ക്കയിലും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സോസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഫസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആ ഒരു ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രം. ഇനി ഇതിലോട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ നിറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ചില്ലി സോസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, പക്ഷേ കൂടിപ്പോവരുത്, അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു വെണ്ടക്കൻ്റെ ഫ്രൈയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് മീനില്ല അല്ലെങ്കിൽ ഇറച്ചിയൊന്നും ഇല്ല, അല്ല എന്തെങ്കിലും ഒന്ന് സൈഡ് ഡിഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ സെസമേ സീഡിലെ വൈറ്റ് എള്ള് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നമ്മുടെ ഈ ഒരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഞാനിന്ന് സാദാ ചോറും കുറേ ആയിട്ടാ ഇങ്ങനെ സാദാ ചോറ് വെച്ചിട്ട്, സാദാ ചോറും പിന്നെ പരിപ്പിൻ്റെ കറിയാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ പരിപ്പിൻ്റെ കറിയും കൂടി, ഇത് തേങ്ങ അരക്കാണ്ട് വെക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. തേങ്ങ അരക്കാണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം അതും എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാതിരുന്നത്. പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കൻ്റെ അടിപൊളി ഫ്രൈയും, പിന്നെ ഞാൻ തലേന്ന് രാത്രി കുറച്ച് ബീഫ് കറിയും ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാതിരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈയും കൂടിയുണ്ട്. അപ്പോൾ ബീഫ് കറി കുറച്ച് ബാക്കിയുള്ളത് അതും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനൊരു ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഒരു ചപ്പാത്തിയും കുറച്ച് ബീഫ് ഫ്രൈയും കുറച്ച് വെണ്ടക്ക ഫ്രൈയും കുറച്ച് പരിപ്പിൻ്റെ കറിയും, ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ഒന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല റെസിപ്പീസും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.